أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفنجعل المسلمين كالمجرمين ما لكم كيف تحكمون أم لكم كتاب فيه تدرسون إن لكم فيه لما تخيرون أم لكم أيمان علينا بالغة إلى يوم القيامة إن لكم لما تحكمون سلهم أيهم بذلك زعيم أم لهم شركاء فليأتوا بشركائهم إن كانوا صادقين. സദഖല്ലാഹുൽ അലീം. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഖലമിലെ 34 ആയത്തുകളാണ് നാം മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇന്ന് 35 മുതൽ 41 കൂടിയ ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ. അഫനജഅലുൽ മുസ്ലിമീന, നാം മുസ്ലിമീങ്ങളെ അഥവാ അനുസരണയുള്ള ആളുകളെ ആക്കുമോ? അഫനജഅലു, നാം ആക്കുമോ, അൽ മുസ്ലിമീന, അനുസരണയുള്ളവരെ അഥവാ മുസ്ലിങ്ങളെ, കൽ മുജ്രിമീൻ, ധിക്കാരികളെപ്പോലെ, പാപികളെപ്പോലെ. അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, നാം വിശ്വാസികളെ കാഫിറുകളെപ്പോലെ, ധിക്കാരികളെപ്പോലെ, പാപികളെപ്പോലെ ആക്കുമോ? മാലക്കും കൈഫ തഹ്കുമൂൻ. മാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി? കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് വിധിക്കുന്നത്? മാലക്കും കൈഫ തഹ്കുമൂൻ, മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിധിക്കുന്നത്? അം ലക്കും കിതാബും ഫീഹി തദ്റുസൂൻ. അം ലക്കും, നിങ്ങൾക്കുണ്ടോ, കിതാബ്, വല്ല ഗ്രന്ഥവും, ഫീഹി തദ്റുസൂൻ, അതിൽ നിന്ന് വായിച്ചു പറയാൻ, പഠിച്ചു പറയാൻ. അം ലക്കും കിതാബും ഫീഹി തദ്റുസൂൻ, നിങ്ങൾക്ക് വായിച്ച് പഠിച്ച് പറയാൻ വല്ല ഗ്രന്ഥവും നിങ്ങളുടെ പക്കലുണ്ടോ? ഇന്നലക്കും ഫീഹി ലമാ തഖയ്യറൂൻ. ഇന്നലക്കും, തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഫീഹി, അതിൽ, ലമാ തഹ്കുമൂൻ, ലമാ തഖയ്യറൂൻ, നിങ്ങൾക്കിഷ്ടപ്പെട്ടതൊക്കെ, ഹൈറായതൊക്കെ നിങ്ങൾക്കതിലുണ്ട്. ഇന്നലക്കും ഫീഹി ലമാ തഖയ്യറൂൻ, നിങ്ങൾക്കിഷ്ടപ്പെട്ടതൊക്കെ അതിലുണ്ട് എന്നും നിങ്ങൾ പഠിച്ചു പറയുകയാണോ? നിങ്ങൾക്കതിനനുസരിച്ച വല്ല ഗ്രന്ഥവും നിങ്ങളുടെ പക്കലുണ്ടോ? അം ലക്കും ഐമാനുൻ അലൈനാ ബാലിഗത്തുൻ ഇലാ യൗമിൽ ഖിയാമത്തി ഇന്ന ലക്കും ലമാ തഹ്കുമൂൻ. അം ലക്കും ഐമാനുൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വല്ല കരാറുണ്ടോ? അലൈന, നാമുമായിട്ട്, നിങ്ങൾ നാമുമായി വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടോ? ബാലിഗത്തുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്ന, അന്ത്യനാൾ വരെ നീണ്ടു നിൽക്കുന്ന വല്ല കരാറും നിങ്ങളും നമ്മളുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇന്നലക്കും ലമാ തഹ്കുമൂൻ. ഇന്നലക്കും, തീർച്ചയായും നിങ്ങൾക്കുണ്ട് എന്ന്, ലമാ തഹ്കുമൂൻ, നിങ്ങൾ വിധിച്ചതൊക്കെ, അഥവാ നിങ്ങൾ വിധിച്ചതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന രൂപത്തിൽ നാമും നിങ്ങളും തമ്മിൽ വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് നിങ്ങളുടെ പക്കലുണ്ടോ? സൽഹും അയ്യുഹും ബിദാലിക സഈം. സൽഹും, പ്രവാചകരെ, നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക്. അയ്യുഹും, അവരിൽ ആരാണ്, ബിദാലിക സഈം, ആ കാര്യത്തിൽ സാക്ഷിയെന്ന്. അള്ളാഹുമായുള്ള കരാറ് വല്ലതും നിങ്ങളുടെ പക്കലുണ്ട് എന്നതിന് വല്ല സാക്ഷി ഉണ്ടെങ്കിൽ ആരാണ് സാക്ഷി എന്ന് പ്രവാചകരെ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക്. അംലഹും
ശുറകാഉ ഫൽയഅ്തു ബിശുറകാഇഹിം ഇൻ കാനൂ സ്വാദിഖീൻ. അം ലഹും ശുറകാഉ, അല്ലെങ്കിൽ അവർക്ക് വേറെ വല്ല പങ്കുകാരുമുണ്ടോ? ദിവ്യത്വത്തിൽ പങ്ക് കാണിക്കാൻ പറ്റുന്ന വല്ല പങ്കുകാരും അവർക്കുണ്ടോ? അം ലഹും ശുറകാഉ, അല്ലെങ്കിൽ അവർക്ക് പങ്കാളികളുണ്ടോ? ഫല്യഅ്തു, അങ്ങനെയാണെങ്കിൽ അത് അവർ കൊണ്ടുവരട്ടെ, ബിശുറകാഇഹിം, അവരുടെ പങ്കുകാരെ. ഇൻ കാനൂ സ്വാദിഖീൻ, അവർ സത്യവാന്മാരാണെങ്കിൽ, സത്യസന്ധരാണെങ്കിൽ ദൈവത്തിന് വേറെയും പങ്കുകാരുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് മറ്റു വല്ല പങ്കുകാരുണ്ടില്ല, ആ പങ്കുകാരെ കൊണ്ടുപോവാ, അത് പങ്കുകാരെ കൊണ്ടുവരാൻ വേണ്ടി പറ. ഇവിടെ കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തോട്ടക്കാരുടെ ഉദാഹരണവും അവർ അവകാശികൾക്ക് നൽകാതെ മുഴുവൻ ഒറ്റയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ട് കോപ്പ് കൂട്ടിയ അത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴിലാക്കിയത് വളരെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് തന്നെ അല്ലാഹു മനസ്സിലാക്കി തന്നു. ഇവിടെ അല്ലാഹു ചോദിക്കണം, അഫനജ്അലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, മുസ്ലിമീങ്ങളെ പാപികളെപ്പോലെ നാം കണക്കാക്കുമെന്നോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഒരു രൂപവും പാപികളായ ആളുകൾക്ക് മറ്റൊരു രൂപവും തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. വിശ്വാസികളെ ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികളുടെ കണക്കിൽ പെടുത്തൂല. ഇവിടെ നമ്മൾ പല അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടാക്കും. വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടുകളൊക്കെ സർവത്ര സാധാരണമായിരിക്കുന്ന അവസരമാണിപ്പോൾ. പക്ഷേ അല്ലാഹു ഇത് രണ്ടും വേറെ വേറെ തന്നെ ആക്കിയിട്ടുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറഞ്ഞ പോലെ, കാഫിറുകളെ, ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അതേ രൂപത്തിൽ പാപികളെ വേറെ തന്നെ ആക്കിയിട്ടുണ്ട്. അല്ലാഹു ചോദിക്കുകയാണ്, ആ പാപികളെ നമ്മൾ വിശ്വാസികളുടെ കണക്കിൽ പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ വിശ്വാസികളെ പാപികളെ കണക്കിൽ പെടുത്തുന്നുണ്ടോ? മാലക്കും കൈഫ തഹ്കുമൂൻ, നിങ്ങൾക്ക് എങ്ങനെയാണ് അതൊക്കെ വിധിക്കാൻ പറ്റുന്നത്? വിശ്വാസികളും അവിശ്വാസികളൊക്കെ സമാണ് എന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിച്ച് വരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എങ്ങനെയാണ് നിങ്ങളിത് വിധിക്കുന്നത്? ആ വിധിക്കാൻ നിങ്ങളുടെ കയ്യിൽ വല്ല പ്രമാണങ്ങളുണ്ടോ, വല്ല രേഖകളുണ്ടോ? അംലക്കും കിതാബുൻ ഫിഹി തദ്റുസൂൻ, നിങ്ങൾ വായിച്ച് പഠിച്ച വല്ല കിതാബുണ്ടോ? പാപിയും അതുപോലെ തന്നെ വിശ്വാസിയൊക്കെ ഒരേ മാതിരിയാണ്, മുസ്ലിമും അതുപോലെ തന്നെ അവിശ്വാസിയും അല്ലെങ്കിൽ പാപികളും ഒക്കെ ഒരേ രൂപത്തിലാണ് എന്ന് കണക്കാക്കുന്ന വല്ലതും നിങ്ങൾ വായിച്ച് പഠിച്ച ഗ്രന്ഥത്തിലുണ്ടോ? ഇന്നലക്കും ഫീഹിലമാ തഹയ്യറുൻ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പരലോകത്ത് നിങ്ങൾക്ക് കിട്ടും, വിശ്വാസികൾ ഞങ്ങൾക്ക് അവിടെ സമായിരിക്കും എന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഏതെങ്കിലും കിതാബിൽ വായിക്കാൻ കിട്ടിയിട്ടുണ്ടോ? എങ്കിൽ അത് കൊണ്ടുവരെ. അംലക്കും ഐമാനുൻ അലൈഹ ബാലിഗത്തുൻ ഇലാ യൗമിൽ ഖിയാമത്തി ഇന്നലക്കും ലമാ തഹ്കുമൂൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല കരാറും അള്ളാഹു നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് കൊണ്ടുവരും. ഖിയാമത്ത് നാൾ വരെ, അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന വല്ല കരാറും, അതായത് നിങ്ങൾ വിധിച്ചതൊക്കെ, നിങ്ങൾ ഈ വിധിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അത് അള്ളാഹു ഞങ്ങൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന രൂപത്തിലാണെങ്കിൽ അങ്ങനെയുള്ള വല്ല കരാറും നിങ്ങളുടെ പക്കലിൻ്റെ അതുകൊണ്ട് വല്ല കരാറും അള്ളാഹു നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്നിട്ട് അള്ളാഹു പറയാണ്, സൽഹും, പ്രവാചകരെ നിങ്ങൾ ചോദിച്ചു നോക്കൂ, അയ്യുഹും ബിദാലിക സഈം, ആരാണ് ഇതിനൊക്കെ സാക്ഷി? തൊള്ളേ തോന്നുന്നതൊക്കെ ഇവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവിശ്വാസികൾ പറയും ഞങ്ങളും വിശ്വാസികൾ തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കും അവർക്കൊക്കെ ഒരേ മാതിരിയാണ് കിട്ടുന്നത്, ഇവരിവിടെ സഹിക്കുന്നതൊക്കെ കൂടുതൽ സഹിക്കണം എന്നുള്ളൂ, അവിടെ എത്തുമ്പോൾ ഞങ്ങൾക്കും അവർക്കും സമ്മതിക്കും എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഇങ്ങനെ നടത്തും. അത് വല്ല പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിലാണോ? അംലഹും ശുറക്കാവും, അല്ലെങ്കിൽ അവർക്ക് പങ്കാളികളുണ്ടോ? ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ പുറത്തു പറയാൻ പറ്റുന്ന, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിലും അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണത്തിലുമൊക്കെ വല്ല പങ്കുകാരും അവർക്കുണ്ടോ? അവരാരെങ്കിലും അങ്ങനെ ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ടോ? എങ്കിൽ അവരെ കൊണ്ടുവരും. ഇൻകാനും സ്വാദിക്കുന്, ഒരു സത്യവാന്മാരെ അങ്ങനെ കൊണ്ടുവരട്ടെ. അതുമല്ല, ആ വല്ല പ്രമാണങ്ങളുമാണ് കയ്യിലെങ്കിൽ ആ പ്രമാണങ്ങൾ കൊണ്ടുവരട്ടെ. അപ്പോൾ ഇതൊക്കെ ഒരു പായ്വാക്ക് പറയുക എന്നല്ലാതെ കണ്ട് വിശ്വാസികളെ പരമാവധി പിന്തിരിപ്പിക്കാൻ എന്തൊക്കെ മാർഗമുണ്ട് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നല്ലാതെ
അള്ളാഹുവിന് പങ്കാളികളില്ല. അള്ളാഹുവും ഈ പറഞ്ഞിട്ടുള്ള മുജ്രിമീങ്ങളുമായിട്ട് പാപികളുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. പാപികളും ഇവരും തമ്മിൽ യാതൊരു പ്രമാണങ്ങളുമില്ല, വല്ല എഴുത്തുകുത്തുകളുമില്ല. അവരും വിശ്വാസികളും സമന്മാരാണ് എന്ന രൂപത്തിൽ ഒരു പരാമർശം അള്ളാഹിൻ്റെ ഭാഗത്തുനിന്നില്ല. ഇതൊക്കെ കെട്ടുകഥകളാണ്, ഉണ്ടാക്കിയതാണ്. അത് തൽക്കാലം വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ പോകുന്നവരെ തടയിടാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. സത്യവിശ്വാസികളായി മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം നാൾക്കളാൽ ഉറച്ചതായിരിക്കുക, ഒരിക്കലും പിന്മാറാതിരിക്കുക. പല പ്രലോഭനങ്ങളും നമുക്കുണ്ടായി എന്ന് വരാം, പലരും നമ്മളെ ഭീഷണിപ്പെടുത്തിയെന്ന് വരാം, പലരും ഞങ്ങളും അവരൊക്കെ കണക്കാണ് എന്ന രൂപത്തിൽ സംസാരം ഉണ്ടാക്കിയെന്ന് വരാം. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് വിശ്വാസിയായിട്ടും പാപിയായിട്ടും തന്നെയാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ വിശ്വാസികൾക്ക് മാത്രമേ പ്രതിഫലം ഉണ്ടാവുള്ളൂ എന്നുള്ളതും അള്ളാഹു അവരെ മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളതും മുഖവിലക്ക് എടുക്കുകയുള്ളൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. നമ്മളിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.